ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഫോൺ യൂസേജ് വളരെ കൂടിയൊരു ടൈമാണ്. അത് പ്രത്യേകിച്ച് ഐഫോൺ യൂസേജ് കൂടുന്നൊരു പീക്ക് ടൈമാണ്. ഐഫോൺ എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ ഐഫോൺ എന്ന് പറയുന്നത് EMI എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് 70% ഐഫോൺ സെയിൽസും EMIയിലാണ്. ഞാൻ സാറിന് ഒരു വീഡിയോ ഒന്ന് കാണിക്കുകയാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഒരു കുട്ടി ഐഫോൺ ഒരു ഫുൾ പേയ്മെന്റ് കൊടുത്ത് ഒരു വൈറൽ കണ്ടന്റ് ആയിരുന്നു. അതായത് തേരിമ എന്നൊക്കെ പറഞ്ഞ മറ്റേ BGM ഒക്കെ ഇട്ട് അമ്മയുടെ സ്നേഹം എന്നാണ്. അമ്മ ഒരു പൂകെട്ടുകാരിയാണ് പാവം. ആ അമ്മ എവിടുന്നോ കടം വാങ്ങി 3 ദിവസം ഭക്ഷണം കഴിക്കാത്തതിന് കടം വാങ്ങിയ പൈസ കൊണ്ട് കൊടുത്ത് ഫുൾ പേയ്മെന്റ് കൊടുത്ത്, എനിക്കൊന്ന് ആ 30% ഫുൾ പേയ്മെന്റ് കൊടുക്കുന്നതിൽ ഒരാൾ ഇവനാണെന്ന് ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ കടം വാങ്ങിച്ചിട്ട് ഐഫോൺ വാങ്ങുന്ന ഒരു കൾച്ചറാണ് ഇപ്പോൾ ഉള്ളത്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂട്ടത്തിൽ എൻ്റെ കയ്യിൽ ഐഫോൺ ഉണ്ടെങ്കിൽ ഞാൻ കിങ് ആണ്, എനിക്ക് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും, നല്ല ഫോട്ടോ എടുക്കണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ കൂടെ നിൽക്കും എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്ന ഐഫോണുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. ആക്ച്വലി വെരി ബാഡ്. അപ്പം അതിനെ കുറിച്ചുള്ള സാറിന്റെ ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും ഇത് വളരെ മോശമാണ്. കാരണം നോക്കൂ, ഐഫോൺ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പം അതിൽ കാണുമ്പോൾ തന്നെ അറിയാം ആരാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഒന്നുകിൽ ഐഫോണിൻ്റെ ആളുകളായിരിക്കും, അതല്ലെങ്കിൽ വ്ളോഗേഴ്സ് പോലത്തെ ആൾക്കാരായിരിക്കും. അവർ രണ്ടുപേരും ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അതിൽ ട്രാപ്ഡ് ആകുന്നത് സാധാരണ മനുഷ്യരാണ്. അപ്പോൾ ഞാൻ ശരിക്കും ഒരു ഐഫോൺ ഡിസേർവ് ചെയ്യുന്നുണ്ടോ, ആ ഒരു അസസ്മെന്റ് നമ്മൾ നടത്തേണ്ടതുണ്ട്. എനിക്ക് എന്ത് സാധനം വേണമെങ്കിലും ആഗ്രഹിക്കാം. ഓക്കെ, ഒരു കള്ളിലൻ ആഗ്രഹിക്കാം അല്ലേ, അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പോർട്സ് കാർ ആഗ്രഹിക്കാം, ഫെറാറി, എന്തോ ആകാം, മസറട്ടി. പക്ഷേ അത് ഓൺ ചെയ്യാനുള്ള എബിലിറ്റി ഞാൻ ഡെവലപ്പ് ചെയ്യണ്ടേ, അത് ഞാൻ സ്വയം അക്വയർ ചെയ്യണ്ടേ, എനിക്ക് അതിനുള്ള ഒരു വരുമാനത്തിനുള്ള മാർഗം കൂടി കാണണ്ടേ. ചുമ്മാ സ്വപ്നം മാത്രം പോരല്ലോ, ആ സ്വപ്നം റിയലൈസ് ചെയ്യാനുള്ള കുറച്ച് എഫേർട്സ് കൂടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പോൾ ഈ ഐഫോണിൻ്റെ കണ്ട ഒരു പ്രശ്നം, ഈവൻ 1.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ എമൗണ്ട് അല്ലേ. ഒരു സാധാരണ ഗവൺമെൻറ് ജോലിക്കാരന് പോലും അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് ഐഫോൺ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സാധാരണ കുട്ടികളെ എങ്ങനെ അഫോർഡ് ചെയ്യും? അല്ലെങ്കിൽ EMI എടുക്കുക, ആ പേരൻസിന് ശരിക്കും എത്ര ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകും. അത് ശരിക്കും അവരൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഐഫോൺ സ്വപ്നം കാണുന്നതോ എടുക്കുന്നതോ തെറ്റല്ല, പ്രൊവൈഡഡ് സ്വയം അത് ഏൺ ചെയ്യാനുള്ള ഒരു ഇതുകൂടി ആകാതെ അത് എടുക്കുന്നതിൽ വലിയൊരു ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം സ്പോർട്സ് ബൈക്ക് എടുക്കുന്ന ആളുകളുണ്ട്, EMI ഒക്കെ എടുത്തിട്ട് കുട്ടികൾ കരഞ്ഞ് കാല് പിടിച്ചൊക്കെ. അപ്പം സ്വന്തമായിട്ട് പെട്രോൾ അടിക്കാനും ഈ പറയുന്ന സാർ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് റീചാർജ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള ആളുകൾ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നല്ലൊരു ഹെൽത്തി റിലേഷൻ പോകണമെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുദ്ധിയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ അറിയുന്ന ആളുകളാണ്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ നമ്മളെ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന, മിസ്ലീഡ് ചെയ്യുന്ന സാധനങ്ങളിൽ കുരുങ്ങി അതാണ് യാഥാർത്ഥ്യമെന്ന് ചിന്തിച്ച് പോകാതിരുന്നാൽ മാത്രം മതി.